ഗുരുഗണത്തിലേക്ക് സ്നേഹവന്ദനം. തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധാനം. അപ്പൻ മനപ്പാഠം പഠിക്കണമെന്ന് പറഞ്ഞ അധികം കാര്യങ്ങളൊന്നുമില്ലായിരുന്നു. അപ്പൻ 1-2 ഡിവിഷനിൽ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്, 1-2 ക്ലാസ്സുകളിൽ. കൂടുതലും മലയാളമായിരുന്നു അപ്പൻ്റെ വിഷയം. ഒരു കവിത പോലും ഇങ്ങനെ ഹൃദിസ്ഥമാക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു പ്രാർത്ഥനയും കാണാപ്പാഠം പഠിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അകപ്പാട് പറഞ്ഞത് 1 കൊറിന്ത്യർ 13 മനപ്പാഠമാക്കണം തന്നെ. അന്ന് അത് മനപ്പാഠമാക്കാനായിട്ടുള്ള താല്പര്യം കാണിച്ചിട്ടില്ല. അന്നത് പഠിച്ചിരുന്നെങ്കിൽ ജീവിതത്തിലെ കുറേ നിർണായകരമായ നിമിഷങ്ങളിൽ നമുക്കൊരു റെഫറൻസ് ഉണ്ടാകുമായിരുന്നു. സ്നേഹത്തെക്കുറിച്ചുള്ള ഏറ്റവും പുരാതനമായ ഗീതമാണ് ഈ 1 കൊറിന്ത്യർ 13. ഒരുപക്ഷെ മാനവരാശി ചരിത്രത്തിൽ തന്നെ, പെറൂസിൻ്റെ ചരിത്രം മാത്രമല്ല, ക്രിസ്തു വർഷം അല്ലെങ്കിൽ കോമൺ ഇര എന്നൊക്കെ നമ്മൾ പറയുന്ന 53-54 ആയിട്ട് എഴുതപ്പെട്ടിരിക്കുന്ന ആ സ്നേഹകീർത്തനം, അതിനൊരു ബെഞ്ച് മാർക്കായിട്ട് വെച്ചിരുന്നെങ്കിൽ കുറേ അധികം പാളിച്ചകളിൽ നിന്ന് ജീവിതത്തിൽ സംരക്ഷണം കിട്ടിയേനെ. ഇനി നമുക്കൊക്കെ ചെയ്യാവുന്നൊരു കാര്യം അതിലിങ്ങനെ എഴുതിയോ മനസ്സിലിങ്ങനെ പിന്നെയും പിന്നെയും പറഞ്ഞോ അവനവൻ്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുക എന്നുള്ള. ഗുരുവചസ്സുകളെയും വേദപുസ്തകങ്ങളെയും ഒക്കെ ആവർത്തിച്ച് വായിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ കുറേ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. അടുത്ത കാലത്തായിട്ട് വളരെ പ്രിയപ്പെട്ടൊരു ചലച്ചിത്രകാരൻ മരിച്ചു, കിങ്ഡി ഡുക്കാണ്. അദ്ദേഹത്തിൻ്റെ സീസൺസ് എന്നർത്ഥം വരുന്ന ഒരു ചിത്രമായിരുന്നു കൂട്ടത്തിൽ ഏറ്റവും ഭേദമെന്ന് അന്നും ഇപ്പോഴുമൊക്കെ കരുതുന്നത്. എൻ്റെ വലിയൊരു അപരാധം ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ, അയാളൊരു ബുദ്ധിസ്റ്റ് മോണസ്ട്രിയിലെ അന്തേവാസിയായിരുന്നു. അയാളുടെ കൈപ്പിഴയുടെ ഭാഗമായിട്ട് കുറേ അധികം അപരാധങ്ങൾ സംഭവിക്കുന്നു. അയാൾ വീണ്ടും ഗുരുവിൻ്റെ അടുക്കിലേക്ക് വരുമ്പോൾ ഗുരു അയാളോട് പറഞ്ഞു കൊടുക്കുന്ന ഒറ്റ കാര്യം മാത്രമാണ്, അവരുടെ ആചാര്യൻ്റെ, അവർ ഏതു ധർമ്മമാണോ ആശ്രയിച്ചിരുന്നത് ആ ആചാര്യൻ്റെ വചനങ്ങൾ, അത് ഇങ്ങനെ തടി പാകിയ മുറ്റമാണ്, അതിനകത്ത് ഇങ്ങനെ കൊത്തി പോകാമെന്നുള്ളതാണ്. ഇതിനിടെ ഇയാൾക്ക് വലിയ വിമലീകരണം സംഭവിക്കുന്നുണ്ട്. ഇയാളെ തേടി പോലീസുകാർ വരുന്നു. ഇപ്പോൾ ഗുരു ഒരൊറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ, ഞാൻ അവനോട് ഒരു ചെറിയൊരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ട്, ഗൃഹപാഠം കൊടുത്തിട്ടുണ്ട്, അവൻ ആ ഗുരുവചസ്സുകൾ അതിൽ കൊത്തി തീർക്കട്ടെ, അതിനുശേഷം നിങ്ങൾക്ക് കൊണ്ടുപോകാം. 1-2 ദിവസം ഇരുന്നവർ ഈ കാഴ്ച കാണുന്നുണ്ട്. കുറേ കഴിയുമ്പോൾ അവർ ഇതിനകത്ത് പങ്കുചേരുകയാണ്. വൈകാതെ ഈ നാളത്തെ തടവ് പുള്ളിക്കും ഈ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഇടയിൽ ഒരു തരം കമ്പാഷനോ ഹാർമണിയൊക്കെ രൂപപ്പെടുന്നു. എന്തായാലും ഈ വചസ്സുകളെ എഴുതി വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കി നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഒരു വിമലീകരണം സംഭവിക്കുന്നുണ്ട്. ഗുരുവചസ്സുകളെയൊക്കെ ആ മനസ്സുകൊണ്ട് വീണ്ടും വീണ്ടും എഴുതി പഠിക്കുക, ആവർത്തിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു വിമലീകരണം സംഭവിച്ചേ പറ്റൂ. നമുക്ക് ഈ വരും ദിനങ്ങളിൽ 1 കൊറിന്ത്യർ 13 കൂടി അടുത്തിരുന്ന് കാണാമെന്ന് കരുതുക. കാരണം ലോകത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു പദം സ്നേഹമാണ്. എല്ലാവരും അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റിദ്ധാരണകളും ഏറ്റവും വലിയ ആശങ്കയും ഏറ്റവും വലിയ ഭീതിയും ഏറ്റവും വലിയ ദുഃഖമൊക്കെ ഈ ഒരൊറ്റ പദത്തിനകത്താണ് ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു പദം. പുതിയ നിയമത്തിലെ ഏറ്റവും സ്നേഹമുള്ളൊരു സ്ത്രീയായിട്ട് കരുതപ്പെടുന്നവളെക്കുറിച്ച് വേദപുസ്തകം ഇങ്ങനെയാണ് പറയുന്നത്, ഇവളിൽ നിന്നാണ് 7 പിശാചുക്കളെ പുറത്താക്കിയെന്ന് പറയുക. അപ്പോൾ ഒത്തിരി സ്നേഹിക്കുന്നവരുടെ ജീവിതത്തിനകത്താണ് ഒരുപക്ഷെ ഇങ്ങനെ ഒത്തിരി ദുർഭൂതങ്ങൾ, സ്നേഹവുമായി ബന്ധപ്പെട്ട ഒത്തിരി തെറ്റിദ്ധാരണകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഇങ്ങനെ കുടിയേറുന്നത്. അതിൻ്റെ കൂടാരത്തിനകത്താണ് ഈ പറഞ്ഞ സകലമാന പ്രശ്നങ്ങളും പാർക്കുന്നത്. സംശയം, ഏകദേശം രോഗത്തോട് അടുത്ത് നിൽക്കുന്ന സംശയം എന്ന് പറയുന്നത് സ്നേഹിക്കുന്നവർക്കിടെ സംഭവിക്കുന്ന വളരെ ഭ്രാന്ത് പിടിപ്പിക്കുന്ന പൊസസീവ്നെസ്സിനകത്താണ്. മനുഷ്യർ സെൽഫിഷ് ആകുമെന്ന് വിചാരിക്കുന്ന വിട്ടവർക്ക് വേണ്ടിയാണ്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ നെഗറ്റീവ് എന്ന് കരുതുന്ന മിക്കവാറും കാര്യങ്ങൾ സംഭവിക്കുന്ന ഈ സ്നേഹത്തിൻ്റെ ഈ കൂടാരത്തിനകത്താണ്. ഡ്രാക്കുളയുടെയൊക്കെ കഥ പോലും എന്താ വസ്തുതയിൽ
ഡ്രാക്കുള ചെറിയ പ്രായത്തിൽ വായിക്കുമ്പോൾ പോലും അതിനകത്ത് സൃഷ്ടിക്കപ്പെടുന്നൊരു പരിസരം ഓർത്തിട്ട് ഇങ്ങനെ പേടിയൊന്നും വന്നിട്ടില്ല. പക്ഷെ പേടി വന്ന ഈ ഡ്രാക്കുള എന്ന മനുഷ്യൻ രൂപപ്പെട്ട ആ സങ്കല്പവുമായി ബന്ധപ്പെട്ട എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഈ മനുഷ്യൻ കുരിശുദ്ധത്തിന് പോകുന്നൊരു പ്രഭുവായിരുന്നു. അയാൾ പോകുമ്പോൾ അയാളുടെ ഭാര്യയോട് പറയുന്നുണ്ട്, ഇന്ന ദിവസം ഞാൻ മടങ്ങി വരും, അതുവരെ നീ എനിക്ക് വേണ്ടി ഓർത്തും പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കണം. എന്നാൽ ഇയാൾ മടങ്ങി വരേണ്ട ദിവസം ഇയാൾക്ക് മടങ്ങി വരാൻ പറ്റിയില്ല. ഒരു വാർത്ത പെട്ടെന്ന് പരക്കുകയാണ്, ഇയാൾ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടത്. ആ കാലങ്ങൾ വളരെ സാധാരണമായൊരു കാര്യമായിരുന്നു. വലിയ ദുഃഖത്തിൽ ഈ സ്ത്രീ ആത്മഹത്യ ചെയ്യുകയാണ്. ആത്മഹത്യ ചെയ്യുമ്പോൾ അവർ പറയുന്നൊരു കാരണം ഇതാണ്, എനിക്ക് ഈ ലോകത്തിന് ഇനി അയാളുമായിട്ട് കാണാനായിട്ട് യാതൊരുവിധ ഒരു ഓപ്പർച്യൂണിറ്റിയും ഇല്ല, ഒരു ചാൻസ് ഇല്ല. അതുകൊണ്ട് മരിച്ച ഞാൻ അയാളുടെ ഒപ്പം സ്വർഗ്ഗലോകത്തിൽ വെച്ച് കാണാൻ പോവുകയാണ്. ഈ മനുഷ്യൻ മടങ്ങിയെത്തുമ്പോൾ ഇവരുടെ ആ സംസ്കാരത്തിനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഈ മനുഷ്യൻ തകർന്നു പോവുകയാണ് ചെയ്യുന്നത്. അത്രയും ഇയാളെ സ്നേഹിച്ചിരുന്ന സ്ത്രീയാണ്. പക്ഷേ ഇയാളെ പരിഹസിച്ചുകൊണ്ട് കുറച്ചുകൂടി ധാർഷ്ട്യമുള്ള ഒരു പുരോഹിതൻ ഈ പറഞ്ഞ മനുഷ്യനോട് പറയുന്നുണ്ട്, അവൾക്ക് എന്തൊരു ഭ്രാന്താ സ്ത്രീക്ക്. ആത്മഹത്യ ചെയ്ത മനുഷ്യരൊരിക്കലും സ്വർഗത്തിലേക്ക് പോകില്ല, അവർ നരകത്തിലേക്കാണ് പോവുക. അതിൻ്റെ അർത്ഥം നിങ്ങൾ ഒരിക്കലും കാണില്ല. അപ്പോൾ ആ ഒരു സ്നേഹമെന്ന് പറഞ്ഞ ഒരു പ്രചോദനത്തെയോ അല്ലെങ്കിൽ അതിന് പിന്നിലുള്ള ഒരു ചാലകശക്തിയോ ഒന്നും പിടുത്തം കിട്ടാത്ത വിധത്തിൽ വളരെ ധാർഷ്ട്യമുള്ള ഈ വാക്കുകൾ ഈ മനുഷ്യന് വല്ലാത്ത വേദന ഉണ്ടാക്കി. അയാൾ പറഞ്ഞു, ഞാനിതൊക്കെ ചെയ്തത് ഈ പറഞ്ഞ ദൈവത്തിന് വേണ്ടിയായിരുന്നു. എന്നിട്ട് ഒരുമിച്ചായിരിക്കുക എന്ന് പറഞ്ഞൊരു സാധ്യത പോലും നിലനിർത്താതെ അതിനെ പരിഹസിക്കുന്ന ഈ ഒരു സമ്പ്രദായത്തോട് എനിക്ക് താല്പര്യമില്ല. ഞാൻ മരിച്ചടക്കപ്പെട്ട് കഴിയുമ്പോൾ സകലവിധ ആശ്രിതകളുമായിട്ട് ഞാൻ ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ സ്നേഹഭംഗത്തിൽ നിന്നാണ് ഈ മനുഷ്യൻ്റെ വിദ്വേഷം ആരംഭിക്കുന്നത്. മിക്കവാറും ഭൂമിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളുടെയും പിന്നിൽ ഈ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു സ്നേഹത്തിൻ്റെ ഒരു ട്രാക്കുണ്ട്, ഒരു കഥയുണ്ട്. എന്തുമാത്രം ഇടങ്ങളിലാണ് തങ്ങൾ പണ്ട് സ്നേഹിച്ചിരുന്ന മനുഷ്യരുടെ ജീവിതത്തെയൊക്കെ നശിപ്പിച്ച് തകർത്തുകൊണ്ടൊക്കെ ഇങ്ങനെ മനുഷ്യൻ ആസിഡൊക്കെ എറിയുന്നത്. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു കഥ കേൾക്കുമ്പോൾ, ചുറ്റിനും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു വല്ലാത്തൊരു ഭാരമുണ്ട്. എവിടെയൊക്കെ വെച്ച് ഈ സ്നേഹത്തിൻ്റെ കൂടാരത്തിനകത്ത് പാർക്കാൻ തുടങ്ങിയ ആ ദുർഭൂതങ്ങളെ ഉച്ചാടനം ചെയ്യാത്തതിന് നമ്മൾ ജീവിതം കൊണ്ട് പലിശ കൊടുക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ നമുക്ക് എന്താണ് സ്നേഹമെന്നും സ്നേഹത്തിനൊരു ബെഞ്ച് മാർക്കുണ്ടെന്നും ഒക്കെ തിരിച്ചറിയാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു മെഡിറ്റേഷൻ എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 13. വല്ലാത്ത സ്നേഹസങ്കല്പങ്ങളിൽ തെറ്റിദ്ധാരണ ഉണ്ടായിരുന്ന ഒരു സൊസൈറ്റിയോട് തന്നെയാണ് ഈ മനുഷ്യൻ ഈ ലേഖനം എഴുതുന്നത്, ഈ പുരാതന സ്നേഹസങ്കീർത്തനം എഴുതുന്നത്. അവർക്കിടയിൽ ആവശ്യത്തിലേറെ വിഭാഗീയത ഉണ്ടായിരുന്നു. ഓരോരുത്തരും തങ്ങൾക്ക് ദൂത് കൊടുത്ത ഈ അപ്പോസ്തലന്മാരോട് അത്രമേൽ പറ്റി നിന്നതുകൊണ്ട് അവരുടേതാണെന്ന് സ്വയം ഗണിക്കുകയും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ ബൈപ്പാസ് ചെയ്യുകയോ അവഗണിക്കുകയോ അപഹസിക്കുകയൊക്കെ ചെയ്യുന്ന തലത്തിലേക്കൊക്കെ വിശ്വാസ ജീവിതം പോയി. ധാർമ്മികമായ പ്രതിസന്ധികളുണ്ടായിരുന്നു. കൊറിന്ത് ഒരു കച്ചവട നഗരമാണ്. ഏതൊരു കച്ചവട നഗരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാവുന്നൊരു പുതിയ വിഗ്രഹം എന്ന് പറഞ്ഞാൽ ലാഭമാണ്. അപ്പോൾ ഒരു ലാഭമില്ലാത്തൊരു കാര്യത്തിൻ്റെ പേരായി സ്നേഹം എന്ന് പറയുന്നത്. ലാഭമെന്ന് പറഞ്ഞൊരു വാക്ക് സ്നേഹത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്നേഹമെന്ന് പറഞ്ഞ പദം ഉച്ചരിക്കാനായിട്ട് നമുക്ക് അർഹതയില്ല. അപ്പോൾ ഈ കമ്പോളങ്ങളുടെ സ്വാധീനമുണ്ട്. ക്രമം തെറ്റിയ മമതകളുടെയൊക്കെ ഒരിടമായിട്ട് മിക്കവാറും എല്ലാ നഗരങ്ങളിലും സംഭവിക്കുന്ന ഒരു അനുബന്ധ ഒരു സംഭവം ശരീരവുമായി ബന്ധപ്പെട്ട ചില പാളിച്ചകളാണ്. ഇങ്ങനെ ധാർമ്മികമായിട്ടും വിശ്വാസത്തിൻ്റെ പശ്ചാത്തലത്തിലുമൊക്കെ വലിയ പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു സമൂഹത്തിന് ഒരു മനുഷ്യൻ തൻ്റെ മെഡിറ്റേഷനിൽ എഴുതുന്ന വളരെ ചെറിയ ഒരു കുറിപ്പാണ് 1 കൊരിന്ത്യർ 13. നമ്മൾ കുഞ്ഞുങ്ങളോട് ഈ 91 സങ്കീർത്തനം പഠിപ്പിക്കുന്നത് പോലെ മനപ്പാഠം പഠിപ്പിക്കുന്നത് പോലെ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഇടയനാണെന്ന് പറഞ്ഞ സങ്കീർത്തനം പഠിപ്പിക്കുന്നത് പോലെ ഇത്തിരി സമയമെടുത്ത് ഇതൊന്ന് പഠിപ്പിച്ചെടുത്താന്നല്ല. ഇപ്പോൾ ചൊല്ലുന്ന കാര്യങ്ങളൊന്നും അവർക്കത്ര പിടുത്തം കിട്ടണമെന്നില്ല. നമുക്ക് നമ്മുടെ ചെറിയ പ്രായത്തിൽ പിടുത്തം കിട്ടാത്തത് പോലെ. പക്ഷേ ജീവിതത്തിനൊരു സങ്കീർണമായൊരു നിമിഷത്തിനകത്ത്, ജീവിതത്തിനകത്ത് ഒരു ആശങ്ക ഉണ്ടാകുന്ന നിമിഷത്തിനകത്ത് അവർക്ക് റെഫറൻസ് പോയിൻ്റുണ്ട്. റെഫറൻസ് ഇല്ലാതെ എങ്ങനെയാണ് മനുഷ്യന് സ്നേഹ അനുഭവത്തിൽ
ഇത്ര അഗാധമായിട്ട് മുന്നേറാനാവുക, അല്ലെങ്കിൽ അഗാധമായിട്ട് മുങ്ങിപ്പോകാനാവുക? പക്ഷെ നമ്മുടെ റെഫറൻസ് എന്ന് പറയുന്നത് എപ്പോഴും ഓർമ്മിക്കണം, ഭേദപ്പെട്ട സ്നേഹിക്കുന്ന മനുഷ്യരല്ല നമ്മുടെ റെഫറൻസ്. നമ്മൾ വായിച്ച ചെറിയ ചെറിയ കാലത്തൊക്കെ വായിച്ച പുസ്തകങ്ങളിലെ ഏറ്റവും ഹീറോയിക്കായിട്ട് ഞങ്ങൾ ജീവിതം നയിച്ച മനുഷ്യരല്ല നമ്മുടെ റെഫറൻസ്. നമ്മുടെ റെഫറൻസ് എന്ന് പറയുന്നത് വല്ലാതെ ഭയപ്പെടുന്ന റെഫറൻസാണ്, വല്ലാതെ അടിമുടി നമ്മളെ വിറയലുണ്ടാക്കുന്ന റെഫറൻസാണ്. എന്താണത്? യേശു ആ റെഫറൻസ്. സ്നേഹിക്കാനല്ല യേശു പറഞ്ഞത്, മറിച്ച് ഞാൻ സ്നേഹിച്ചതുപോലെ. അപ്പോൾ നമ്മുടെ ഓരോ അളവുകോലുകളും വാസ്തവത്തിൽ അതുമായിട്ട് തുലനം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അപ്പോൾ അൾട്ടിമേറ്റ് റെഫറൻസ് നൽകപ്പെട്ടിട്ടുണ്ട്. അൾട്ടിമേറ്റ് റെഫറൻസിനകത്തുനിന്ന് ചില സൂചനകൾ കണ്ടെത്തി നമുക്ക് വേണ്ടി എണ്ണി പറയുകയാണ് സെൻറ്റ് പോൾ ഇതിനകത്ത്. ഒരു 15ഓളം സൂചനകൾ സ്നേഹവുമായി ബന്ധപ്പെട്ട് ഒരു ചെക്ക് ലിസ്റ്റ് കണക്ക് ഈ മനുഷ്യൻ നമുക്ക് തരുന്നുണ്ട്. മിക്കവാറും നമ്മുടെയൊക്കെ കാലത്ത് ഉപയോഗിക്കുന്നൊരു വാക്കാണ് USP എന്ന് പറഞ്ഞൊരു വാക്ക്, ഒരു യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്ന് പറയുന്നൊരു സംഭവം. എന്താ യുണീക്ക് USP എന്ന് പറയുന്നത്? ഒരു കട നിങ്ങൾ തുടങ്ങുന്നു, ഒരു ചായക്കട എന്ന് വിചാരിക്കുക. ഈ നിരത്ത് നിറയെ ചായക്കടകളുണ്ട്. സ്വാഭാവികമായിട്ട് നിങ്ങൾ നല്ല ഭക്ഷണം കൊടുക്കുന്നു എന്നുള്ളത് ഒരു മാനദണ്ഡമല്ല. കാരണം എല്ലാവരും അവകാശപ്പെടുന്നത് നല്ല ഭക്ഷണം കൊടുക്കുന്നു തന്നെ. ഹോട്ടലിന് പേരിടുമ്പോൾ നമ്മൾ ബെസ്റ്റ് ഹോട്ടൽ എന്നൊക്കെ തന്നെ പേരിടുന്നത് എന്തുകൊണ്ടാണ്? വാസ്തവത്തിൽ അത് വരുന്നവർ പറയേണ്ട പേരാണ്. പക്ഷെ നമ്മൾ തന്നെ അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുക. ഈ നിരത്തിലെ ഏറ്റവും നല്ല ഹോട്ടലായിരിക്കും, ഏറ്റവും നല്ല റെസ്റ്റോറൻ്റ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് പുതുതായിട്ടൊന്നും പറയുന്നില്ല. എല്ലാവരും അഷ്വർ ചെയ്യുന്നൊരു കാര്യമുണ്ട്, നല്ല ഭക്ഷണം കിട്ടും. അപ്പോൾ എന്താണ് നിങ്ങളുടെ USP എന്ന് പറയുന്നത്? അത് കണ്ടെത്താത്തിടത്തോളം കാലം നിങ്ങളുടെ ആബ്സെൻസോ പ്രസൻസോ ഈ നിരത്തിനകത്ത് കാര്യമായ വ്യത്യാസം ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്തിനകത്തൊരു USP വളരെ പ്രധാനപ്പെട്ടാണ്. നമുക്ക് അഞ്ചപ്പം എന്ന് പറയുന്നൊരു കൺസേൺ, താല്പര്യമുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അഞ്ചപ്പം രൂപപ്പെട്ടപ്പോൾ നമ്മൾ പറയാൻ ശ്രമിച്ചത് അതാണ് വാസ്തവത്തിൽ ഈ ഭക്ഷണം നല്ല ഭക്ഷണം എന്നുള്ള, അല്ലെങ്കിൽ വില കുറഞ്ഞ ഭക്ഷണം എന്നുള്ളതല്ല മാനദണ്ഡം. അതിനകത്തൊരു USP കിടപ്പുണ്ട്, അത് റെസ്പെക്റ്റാണ്. വരുന്ന ആ ഒരു വ്യക്തികളെ എന്തുമാത്രം ആദരവോടെ കാണാനും അവർക്കത് ആ ഭക്ഷണം വിളമ്പി കൊടുക്കാനും ഏറ്റവും ഭംഗിയായിട്ട് ഏറ്റവും കുലീനമായിട്ട് അവർക്ക് അവിടെ ആയിരിക്കാനും പുറത്തു പോകാനും പറ്റുന്നൊരു സ്വാതന്ത്ര്യവും ഒരു പരിസരമൊക്കെ സൃഷ്ടിക്കുക എന്നുള്ളതായിരുന്നു വാസ്തവത്തിൽ ഈ അഞ്ചപ്പത്തിൻ്റെയൊക്കെ ഒരു കൺസേൺ. ഇപ്പോൾ അതിൻ്റെ തന്നെ മറ്റൊരു ചെറിയ രീതിയിൽ നമ്മൾ പുജിൻ ബസ് എന്നൊക്കെ പറഞ്ഞ കാര്യമൊക്കെ അതാ വാസ്തവത്തിൽ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ എന്തിനകത്തൊരു USP ഉണ്ട്. വെറുതെ ഇങ്ങനെ ഒരു സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞതിനകത്ത് കഥയുമില്ല, ഒരു കാമ്പില്ല. നിങ്ങളുടെ മാത്രമായിട്ടുള്ളൊരു വ്യത്യാസം എന്താ ഉള്ളത്? അങ്ങനെ വ്യത്യാസമുണ്ടാക്കിയ മനുഷ്യർ മാത്രമേ ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഓർമ്മകൾക്കകത്ത് രജിസ്റ്റേർഡ് ആവുന്നുള്ളൂ. ഞങ്ങളുടെ അച്ഛന്മാരടക്കുന്ന ആ സെമിത്തേരിയിൽ പ്രധാനപ്പെട്ട സെമിത്തേരി പൊന്നുരുണി ആശ്രമത്തിനകത്താണ്. നമ്മുടെ തിയോഫനച്ചനെയൊക്കെ അടക്കിയിരിക്കുന്ന സെമിത്തേരിലാണ്. അവിടെ ഞങ്ങൾ ഒരു ദിവസം വിസിറ്റ് ചെയ്താൽ നല്ലതാണ്. ഈ 1968 തൊട്ട് മരിച്ചിട്ടുള്ള മിക്കവാറും എല്ലാ വൈദ്യരും അവിടെ സംസ്കരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ ഈ കുടീരത്തിന് മുകളിലായിട്ട് അവരുടെ സ്നേഹത്തിൻ്റെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. ഒത്തിരി സഹിച്ചൊരു മനുഷ്യന് മീതെയായിട്ട് സ്നേഹം സഹനമാണെന്നും, അല്ലെങ്കിൽ അങ്ങനെ ഓരോന്നും എണ്ണി തീരാ നിങ്ങൾക്കത് എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ പ്രശ്നം ഇത്രയേ ഉള്ളൂ, നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളിൽ എന്ന് പറഞ്ഞ് നമ്മൾ നിലനിർത്തുന്ന ഫ്ലേവർ എന്താണ്, നമ്മളുണ്ട് എന്ന് പറയുന്ന പ്രത്യേകത എന്താണ്? അത്തരമൊരു ചലഞ്ചാണ് ഈ ഒരു ചെറിയ അധ്യായം നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്നേഹത്തെ ഒന്ന് പുനർവിചിന്തനം ചെയ്യാനായിട്ട് ഈ പുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ ഒന്ന് പുനർവിചിന്തനം ചെയ്യാനായിട്ട് വരുംവാരങ്ങൾ ഉപയോഗിക്കാമെന്നാണ് കരുതുക. ഒരു അൺഎക്സാമിൻഡ് ലൈഫ് ഇസ് നോട്ട് വർത്ത് ലിവിങ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. ഫിലോസഫിയുടെ ഏറ്റവും ബേസിക് പ്രിൻസിപ്പിൾ അതാ അവസ്ഥയിൽ. എന്തുകൊണ്ടാണ് മനുഷ്യൻ ജീവിതത്തെക്കുറിച്ച് ഇത്രയും ചിന്തിക്കുന്നത്? കാരണം ജീവിതം പരിശോധനയ്ക്ക് വിധേയപ്പെടേണ്ടതാണ്. അത് കണക്ക് തന്നെ ഒരു അൺഎക്സാമിൻഡ് ലവ് എന്ന് പറയുന്നതും ഈസ് നോട്ട് വർത്ത്. അതിനൊരു വലിയ മൂല്യമുള്ളതായിട്ട് തോന്നുന്നില്ല. നമ്മുടെ സ്നേഹത്തെ പുനഃപരിശോധിക്കാനായിട്ടുള്ള ക്ഷണം അവിടെ നമുക്ക് വെച്ച് നീട്ടുന്നുണ്ട്. നമുക്കറിയാം, സുവിശേഷമൊക്കെ അവസാനിക്കുമ്പോൾ കാര്യങ്ങൾ അങ്ങനെയാണ് വന്നെത്തുന്നത്. ഒരു മനുഷ്യൻ ഒരു കോഴികൂന്ന ഇടവേളയിൽ അയാൾ ഗുരുവിനെ മറന്നുപോയി. തൻ്റേതായ ചെറിയ ചെറിയ കൗതുകങ്ങളിൽ പെട്ടുപോയ ഈ മനുഷ്യന് ഇങ്ങനെ ഏതോ ഒരു നിമിഷത്തിൽ ഒരു മറവി സംഭവിക്കുക. അപ്പോൾ എവിടെയോ പശ്ചാത്തലത്തിൽ നിന്ന് യേശു ഓർമ്മിപ്പിച്ചത് കണക്കൊരു കോഴി കൂവുന്നുണ്ട്. ഈ കോഴി കൂവുന്നൊക്കെ പറയുന്നതിനൊക്കെ ഒത്തിരി എക്സൈറ്റിക്കലായ അർത്ഥങ്ങളുണ്ട്. ഈ പറവുകാർ അവരുടെ സമയം മാറുന്നതിൻ്റെയൊക്കെ ഒരു മുഴക്കമെന്ന നിലയിൽ ഉപയോഗിച്ചിരുന്ന അടയാളമാണ് ഈ കോഴി എന്നൊക്കെ കൂവുക എന്നൊക്കെ പറയുന്നതൊക്കെ ഉള്ള സ്റ്റഡീസൊക്കെ ഉണ്ട്. നമുക്ക് അതിൻ്റെ ഏറ്റവും നെയ്വായിട്ട് തന്നെ എടുക്കുക, ഇയാളുടെ മനസ്സാക്ഷി ശബ്ദം കണക്കൊരു കോഴി കൂവുക. അതോടെ ഈ മനുഷ്യൻ വല്ലാതെ പൊള്ളിപ്പോവുകയാണ്. ആരെയാണ് അറിയില്ലെന്ന് പറയുന്നത്?
ആർക്ക് വേണ്ടിയാണോ ജീവിതം ഏകാഗ്രമാക്കിയത്, ആരുടെ പാദങ്ങളിലാണോ ജീവിതം അർപ്പിച്ചത്, ആർക്ക് വേണ്ടിയാണോ ഈ വഞ്ചിയും വലയൊക്കെ ഉപേക്ഷിച്ചത്, ആ മനുഷ്യനെ അറിയത്തില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പൊള്ളലിൽപ്പെട്ട് ഈ മനുഷ്യനെ യേശു വീണ്ടെടുക്കുന്നത് മറ്റൊരു തീയുടെ മുമ്പിൽ നിന്ന്, ഒരു തീകായുന്ന ഇടവേളയിൽ ഇതൊക്കെ സംഭവിച്ചത്. പശ്ചാത്തലം നമുക്ക് നന്നായിട്ടറിയാം. യേശു ഇങ്ങനെ പ്രാതലൊരുക്കി കാത്തിരിക്കുകയാണ്. ആ പ്രാതലിന് ശേഷമാണ് ചോദിക്കുന്നത്. തീയിൽ ചുട്ട അപ്പവും മീനൊന്നുമൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ടാണ് ആ ഒരു പോർഷൻ യോഹന്നാൻ എഴുതി വെക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ തുറയിൽ ഒരു കനൽ എരിയുന്നുണ്ട്. ആ കനലിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് യേശു ഈ മനുഷ്യനെ ഒന്ന് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ്. അയാളെ സ്വയം കണ്ടെത്താനുള്ള ഒരു ക്ഷണത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എന്താണ് ചോദിക്കുന്നത്? പറയുക, ശിമയോനെ, നീ സ്നേഹിച്ചിട്ടുണ്ടോ? ഓർമ്മിക്കണം, ഇതിനു മുമ്പൊരിക്കൽ ഈ മനുഷ്യൻ്റെ പേര് മാറ്റിയതാണ്. വാസ്തവത്തിൽ പീറ്റർ എന്ന പേര് മാറ്റി. ആ പദങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പീറ്റർ സ്ട്രോങ് ആയൊരു മനുഷ്യൻ, പാറ എന്നൊക്കെ എൻ്റെ അർത്ഥം. പക്ഷേ യേശുവിനറിയാം ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളത്ര പാറയൊന്നുമല്ല. നമ്മുടെ രൂപപ്പെട്ട രീതികൾ, നമ്മൾ വളർന്ന രീതികൾ, നമ്മുടെ സാഹചര്യങ്ങളൊക്കെ നമ്മളെ സ്നേഹത്തിൽ വളരെ ഫീബിളായ മനുഷ്യരാക്കി നിലനിർത്തുന്നത്. ഏത് കാറ്റത്തും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, ചരിഞ്ഞു പോകുന്ന ഈറ്റയാണ് വസ്തു നമ്മൾ. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് ആ പേരൊക്കെ ഉപയോഗിക്കുമ്പോൾ പോലും നമ്മൾ ഇനി മുതൽ നിന്നെ ഞാൻ പീറ്റർ എന്ന് വിളിക്കുന്നുള്ള പേര് ഈശോ വീണ്ടും കുറേ കൂടി യാഥാർത്ഥ്യബോധത്തിലേക്ക് എത്തിക്കാനായിട്ട് ഈ മനുഷ്യനെ ക്ഷണിക്കുക, ശിമയോനെ. അപ്പം ആദ്യം ഇയാൾ പറയുന്നുണ്ട്, വളരെ ബോൾഡായിട്ട് പറയുന്നുണ്ട്, ഒവ് കർത്താവേ. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ആ ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്, ശിമയോനെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? അപ്പം അയാൾക്ക് ധൈര്യമില്ല. പിന്നെയും കുറേ കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, ശിമയോനെ നീ സ്നേഹിച്ചിട്ടുണ്ടോ? ഈ മനുഷ്യൻ വാവിട്ട് കരഞ്ഞു എന്നുള്ളതാണ് ചില ആദ്യകാല കൈയെഴുത്ത് പ്രതികൾക്കകത്ത്. അയാൾ ദുഃഖിതനായെന്നൊക്കെ നമ്മൾ വായിക്കുന്ന വേദപുസ്തകത്തിൽ കുറച്ചുകൂടി പോളിഷ്ഡായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അയാൾ വാവിട്ട് കരഞ്ഞു. സ്വന്തം സ്നേഹത്തെ പുനഃപരിശോധിക്കേണ്ട ബാധ്യത മറ്റു മനുഷ്യരുടെ സ്നേഹാനുഭവങ്ങളും അവരുടെ സ്നേഹത്തിനുള്ള വാഴ്ത്തിൻ്റെയും പശ്ചാത്തലത്തിലല്ല, മറിച്ച് യേശുവിൻ്റെ പശ്ചാത്തലത്തിലാണ്. യേശുവിൻ്റെ മുമ്പിലിരുന്നു കൊണ്ടാണ് നമ്മൾ ചോദിക്കേണ്ടത്, ഇതൊക്കെ സ്നേഹമായിരുന്നോ? പലതും സ്നേഹമായിരുന്നില്ല. ദാമ്പത്യത്തിൻ്റെയൊക്കെ ആദ്യ വർഷങ്ങളിൽ നമുക്ക് ഇടയിലുണ്ടായ കഠിനമായ പൊസസീവ്നെസ് എന്നൊക്കെ പറയുന്നത് എന്തുമാത്രം കഠിനമാക്കി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ജീവിതം, പുറത്തേക്കുള്ള യാത്രകൾ അനുവദിക്കാതെ എല്ലാത്തരം ബന്ധങ്ങളും ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കാറ്റും വെളിച്ചവുമൊക്കെ കൈമാറാനായിട്ട് വിസമ്മതിച്ചുകൊണ്ടൊക്കെ നമ്മൾ ജീവിച്ച ദാമ്പത്യത്തിൻ്റെ ആദ്യ ദിനങ്ങൾ സ്നേഹമായിരുന്നു. ഇന്ന് ഇപ്പോൾ തീരെ വയ്യാതെ കിടക്കുന്ന, ഒരു സ്ട്രോക്കിന് ശേഷം കിടക്കുന്ന നിങ്ങളുടെ പുരുഷനെയോ സ്ത്രീയോ, സഹായിക്കാൻ വന്ന സ്ത്രീയോ പുരുഷനോ ഇങ്ങനെ ഒന്ന് തിരിച്ച് കിടത്താനൊക്കെ ആയിട്ട് ശ്രമിക്കുമ്പോൾ വസ്തുത നിങ്ങൾക്ക് പഴയ കാലത്ത് നിങ്ങളുണ്ടാക്കിയ പ്രതിസന്ധികളും ചെറിയ ചെറിയ ക്ഷമക്ക് തയ്യാറാകാത്തത് കൊണ്ട് നമ്മൾ ബുദ്ധിമുട്ടിലാക്കിയ നമ്മുടെ ഗാർഹിക പരിസരത്തേക്ക് ഓർത്തിട്ട് ദുഃഖം വരില്ലേ? അപ്പോൾ സ്വന്തം സ്നേഹത്തെ പുനഃപരിശോധിക്കാനായിട്ട് നിങ്ങൾക്കൊരു ഊഴം കിട്ടുമ്പോൾ ഭൂമിയിലുള്ള ഏതൊരു മനുഷ്യനും വാവിട്ട് കരാതിരിക്കാനായിട്ട് തരമില്ല. നമുക്ക് ഈ സ്നേഹകീർത്തനത്തിന് മുമ്പിലിരുന്നു കൊണ്ട് നമുക്ക് സംഭവിച്ച പാളിച്ചകൾ ഓർമ്മിക്കാം. എല്ലാ പാളിച്ചകൾക്കും ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ, കൂടുതലായ സ്നേഹം. അല്ലാതെ വേറെ റിപ്പൻറ്റൻസ് ഇല്ല. ഇവൾ കൂടുതലായി സ്നേഹിച്ചത് കൊണ്ട് ഇവളുടെ കൂടുതലായ പാളിച്ചകൾ പുറക്കപ്പെട്ടിരിക്കുന്നു. കണ്ട ചിന്തകൾ നമ്മൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അധ്യായത്തിൻ്റെ ഒരു ആമുഖ വിചാരം മാത്രമായിരുന്നു. ഇതിൽ നമ്മൾ പറയാനായിട്ട് ശ്രദ്ധിച്ചത് ഒരൊറ്റ കാര്യം മാത്രമാണ്. സ്നേഹത്തിൻ്റെ ഹബിനകത്ത് എല്ലാത്തരം നല്ലതല്ലാത്ത കാര്യങ്ങളും പാർക്കുന്നുണ്ട്. ഇവളിൽ നിന്നാണ് 7 പിശാചുക്കളെ പുറത്താക്കിയത്. അതെന്തൊരു മെറ്റഫറാണ്, എന്തൊരു കവിതയുള്ള കഠിനമായ സൂചനയാണത്. നമുക്ക് ഈ സ്നേഹത്തെ കുറേ കൂടി ശുദ്ധീകരിക്കേണ്ട ബാധ്യതയുണ്ട്. സെൻറ്റ് പോൾ ബോധപൂർവം, ഓൾറെഡി നമുക്ക് ഈ കൊറിയെന്ന് പറയുന്നത് ഗ്രീക്ക് കമ്മ്യൂണിറ്റിയാണ്, അതുകൊണ്ട് അയാൾ ബോധപൂർവ്വം ഉപയോഗിക്കുന്ന വാക്ക് അഗാപ്പെ എന്നൊരു വാക്കാണ്. ഗ്രീക്ക് ഭാഷയിൽ സ്നേഹത്തിനൊരു 4 പദങ്ങളെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് ഏറ്റവും നിർമ്മലവും ശുദ്ധീകരിക്കപ്പെട്ട സ്നേഹത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ് അഗാപ്പെ. ആ അഗാപ്പയിലേക്കുള്ള ക്ഷണമായിട്ട് ഈ പുരാതന സങ്കീർത്തനം നമുക്ക് ഗൗരവമായിട്ടെടുക്കാം. നമ്മുടെ സ്നേഹത്തെ പരിശോധിക്കാനായിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റായിട്ട് അതിനെ കണ്ടെത്താം. നമുക്ക് ഓരോന്നായിട്ടൊന്ന് കണ്ടു പോകാമെന്ന് വിചാരിക്കുക. സ്വാഭാവികമായിട്ട് ജയിക്കേണ്ട ബാധ്യതയുണ്ട്. താങ്ക് യു.